ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ അത് ചണ്ഡീഗഡിലേക്കാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒരു പരീക്ഷണശാല എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം BJPക്കെതിരെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തുകൊണ്ടാണ് ഈ മേയർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ അവിടെ BJP ജയിച്ചു എന്നുള്ളതാണ്. 8 വോട്ട് വരണാധികാരി വളരെ പെട്ടെന്ന് അസാധുവാക്കി. ആ തീരുമാനമൊക്കെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടെ ഇപ്പോൾ ചർച്ചയാവുന്നത് അവിടെ CCTVയിൽ വന്ന ഒരു ദൃശ്യമാണ്. ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ വരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ എന്തോ കുത്തിക്കുറിക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് CCTV അവിടെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് CCTVയിലേക്ക് നോക്കുന്ന ദൃശ്യങ്ങൾ. ഇത് സുപ്രീം കോടതിക്ക് മുമ്പിലൊക്കെ ഈ ദൃശ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ജനാധിപത്യത്തിന് നേരെയുള്ള അവഹേളനമാണ് നടന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അടക്കം നിരീക്ഷിക്കുകയും ഈ അനിൽ മസീഹ് എന്ന വരണാധികാരിയോട് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയൊക്കെ ഒരു ചെയ്ത സംഭവം കൂടിയാണ്. അതുമായി കൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അജിംസ്, അതായത് BJP പലതരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. പക്ഷെ വലിയ ഞെട്ടലൊന്നും തോന്നുന്നില്ല. കാരണം പലപ്പോഴായി ആരോപണങ്ങൾ വരുന്നു, ഒരു തെളിവ് കൃത്യമായി വന്നതേ ഉള്ളൂ ഇക്കാര്യത്തിൽ. ഇതൊരു അസംബ്ലി ഇലക്ഷനോ ഒന്നും അല്ലല്ലോ. അസംബ്ലി ഇലക്ഷനോ ലോക്സഭ ഇലക്ഷനോ ഒന്നല്ല, ഒരു മേയർ തെരഞ്ഞെടുപ്പാണ് ഒരു കോർപ്പറേഷനിൽ. അപ്പോൾ ഒരു കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ തങ്ങളല്ലാതെ ഒരു മുന്നണി, അതിപ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് അവിടെ ജയിക്കുന്നതെങ്കിൽ, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസോ ഇനി ഒറ്റയ്ക്കാണ് ജയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ ഇയാൾ ഇത് അട്ടിമറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മുന്നണിയാണ് പ്രശ്നം. ഈ മുന്നണിക്ക് ഒറ്റക്കെട്ടായി നിൽക്കാനും അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാനും കഴിയുമെന്ന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി പ്രസക്തമാണെന്ന് തെളിയുകയാണ്. അപ്പോൾ ഇതിനെ അട്ടിമറിക്കുക എന്നുള്ള വളരെ തന്ത്രപരമായിരുന്നാണ്. അപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ആൾ അനിൽ മസീഹ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൗൺസിലറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൗൺസിലർ പ്രിസൈഡിംഗ് ഓഫീസറാണെന്ന് വെച്ചാൽ ഇയാൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, ഇയാൾക്ക് വോട്ടിംഗ് റൈറ്റും ഇല്ല. ഇയാൾ നോമിനേറ്റഡ് കൗൺസിലറാണ്. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നാൽ പലപ്പോൾ രാജ്യസഭയിലൊക്കെ നമ്മൾ പലരെയും നോമിനേറ്റ് ചെയ്യാറുണ്ടല്ലോ, നോമിനേറ്റഡ് ആളുകളുണ്ട്. അതുപോലെ ഇത് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇയാളെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഇയാളൊരു ക്രിസ്ത്യൻ സമുദായ അംഗമാണ്, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ മെമ്പറാണ്. അപ്പോൾ ഒരു മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എന്നുള്ളതിലാണ് ഇയാളെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇയാൾ BJPക്കാരനാണ്. 2018 BJP അംഗത്വം എടുത്ത ആളാണ്. പക്ഷേ അത് പ്രസക്തമല്ലാത്ത വിധം അയാളെ വേറെ മറ്റ് ചില കാറ്റഗറിയിലാണ് അയാളെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇയാൾക്ക് അതിശക്തമായ BJP ബന്ധമുണ്ടെന്ന് പല ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. ഇയാളെ പ്രിസൈഡിംഗ് ഓഫീസർ ആക്കരുത് എന്ന് പോലും പറഞ്ഞതാണ്. കാരണം ഇയാൾ BJPക്കാരനാണ് എന്നുള്ളതുകൊണ്ട്. മൈനോറിറ്റി മോർച്ചയുടെ നേതാവ് കൂടിയാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഇയാൾ ഈ ബാലറ്റുകളിൽ കുത്തിക്കുറിച്ച് അസാധുവാക്കി, വോട്ടുകൾ അസാധുവാക്കി എന്നുള്ളതാണ് അയാൾക്കെതിരെ തെറ്റ്. ഇവിടെ ചോദിക്കുന്നപ്പോൾ ഇതിപ്പോൾ മോളി എന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്തതാണോ, അത് അയാൾ സ്വന്തമായിട്ട് ചെയ്തായിരിക്കില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതങ്ങനെയല്ല എന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ, അവിടുത്തെ കൗൺസിലർമാരും നേതാക്കളും കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം 10 മണിക്ക് നടക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾ വരുന്നത് 10:45-നാണ്. ഇയാൾ മാത്രമല്ല മറ്റൊരു BJP അംഗം കൂടി വരുന്നത് 45 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പോൾ ഇവരുടെ വൈകൽ സംശയാസ്പദമാണ്. അവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കണം എന്നാണ്. കാരണം ഇത് മോളി എന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്തതാണോ എന്നുള്ളതുകൂടി അറിയണമല്ലോ. അപ്പോൾ ഇത് ഒരു ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് ആം ആദ്മി പാർട്ടി ന്യായമായും സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായ 3-അംഗ ബെഞ്ചാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഈ വിഷ്വൽ കണ്ടിട്ട് പ്രതികരിച്ചു. ജനാധിപത്യത്തെ കൊല ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ രോഷപ്രകടനം കണ്ടപ്പോൾ ഈ കുറേ മുമ്പ് നടന്ന ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അപ്പോൾ EVM-ഉമായി ബന്ധപ്പെട്ട ഹർജികൾ വന്നു. അതിനോട് ഈ സമീപനം എന്തായിരുന്നു കോടതിയുടെ? അപ്പോൾ ഈ ജനാധിപത്യത്തെ കൊല ചണ്ഡീഗഡ് കോർപ്പറേഷൻ BJP കൊണ്ടോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. EVM-നെ കുറിച്ച് ഗൗരവമുള്ള സംശയങ്ങൾ സിവിൽ സൊസൈറ്റി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 31-ാം തീയതി മുതൽ ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിൽ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. EVM വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ ജനക്കൂട്ടം, ആയിരക്കണക്കിന് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി മുതൽ ഇപ്പോൾ വരെ. ഇന്നലെയും നടന്നിരുന്നു ഡൽഹി, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടന്നിരുന്നു. UP-യിലെ പല നഗരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? EVM-നെ കുറിച്ച് വ്യാപകമായ സംശയം ഉയരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സംശയം ദൂരീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംശയം ഉന്നയിക്കുന്നവരോട് പോയി പണി നോക്കാനാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം കത്തെഴുതുകയാണ് ECIക്ക്. ഞങ്ങൾക്ക് ഈ VVPAT-നെ സംബന്ധിച്ചും ഈ ഇലക്ട്രോണിക് ബാലറ്റിനെ കുറിച്ചും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കുന്നില്ല ECI. ഇത് സംബന്ധിച്ച് കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ആ ഹർജികളോട് പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ രാജ്യത്ത് ജനാധിപത്യം മർഡർ ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആളുകൾക്ക് അതിനോടുള്ള വിശ്വാസ്യത പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നാളും ഇന്ത്യ ഒരു അതിശക്തമായ ജനാധിപത്യ രാജ്യമായി നിലനിന്നത് ജനങ്ങൾക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും പല ജനാധിപത്യ ഒന്നും വേണ്ട, നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കുക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അവിടേക്കൊന്നും നടക്കുന്ന പോലെ അസ്ഥിരമായ ഒരു രാഷ്ട്രീയ ഘടനയല്ലോ ഇന്ത്യയിലുള്ളത്. അതെന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം പോവുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന പദവിയിൽ ഇന്ത്യ ഇല്ലാതാവുകയാണ്, ഇന്ത്യ ശിഥിലമാവുകയാണ് അർത്ഥം. അപ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ
അനുവദിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതി സുചിന്തിതമായ തീരുമാനമാണെങ്കിൽ സുപ്രീം കോടതി ചെയ്യേണ്ടത് ഈ ചണ്ഡീഗഡ് പോട്ടെ എന്ന് വയ്ക്കുക, ഈ പറഞ്ഞ EVM-ൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ECയോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യേണ്ടത്. അതുണ്ടാവുമെന്നും കണ്ടറിയാം. നിഷാദ്, അതായത് ജിംസ് പറഞ്ഞതുപോലെ തന്നെ ഒരു മേയർ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഇത്രയും ഒരു കള്ളക്കളിയൊക്കെ കാണിച്ച് ജയിക്കേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു മുന്നണിയെ കൂടെ പേടിക്കുന്നുണ്ട് BJP എന്നതിലേക്ക് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ സഖ്യമാണ് അപ്പുറത്തുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ വിജയം വാർത്തയാകുമെന്നത് കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം വിജയിക്കാൻ പാടില്ല എന്നുള്ള സ്വാഭാവിക ആലോചന അതിനകത്ത് കാണും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് കോടതി ഇങ്ങനെ ഇത് പറയുന്നത്, ജനാധിപത്യം അട്ടിമറിക്കാൻ സമ്മതിക്കില്ല, എല്ലാം കോടതി കാണുന്നുണ്ട്, എന്തുമാകാമെന്ന് വിചാരിക്കുന്നു കോടതി ചോദിക്കുന്നത്. അപ്പം ഞാൻ അജിംസിനോട് പറഞ്ഞു ഇതിങ്ങനെ കോടതി ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കാനുള്ളൂ. അപ്പോൾ അജിംസിൻ്റെ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്, ഇത്ര ഒരു ചെറിയ സംഗതിയിൽ പോലും കോടതി ശുഭോതർക്കമായി ഇടപെടുന്നതിൽ നമ്മൾ എക്സൈറ്റഡ് ആവുന്നു എന്ന് വെച്ചാൽ കാലം എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ സമീപകാലത്തെങ്കിലും കോടതി ഇങ്ങനെ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് ഇത് കോടതി ഭയങ്കര ഞങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാം, ബാക്കിയൊന്നും കോടതി കാണുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തിനകത്ത് എന്തൊക്കെയാണ് കോടതി സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ സെഷൻ കോടതി, ജില്ലാ കോടതി പറയുന്നു തുരുതുരെ ഇങ്ങനെ ഹർജിയായിട്ട് വരരുത്, ശരിയല്ല എന്ന് പറയേണ്ട തരത്തിലേക്ക് അറ്റ്മോസ്ഫിയർ മാറുന്ന നമ്മൾ കണ്ടു. എന്നിട്ടത് സുപ്രീം കോടതിക്ക് അതിനകത്ത് ആ നിലയ്ക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ കോടതികൾ ഇത്തരം സംഗതികളോട് എടുക്കുന്ന സമീപനം വളരെ പ്രധാനപ്പെട്ടതും ഒരർത്ഥത്തിൽ നിരാശാജനകവുമാണ് എന്ന് പറയണം. ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലേക്ക് വലിയൊരു കൺസേണുമായിട്ട് ആളുകൾ വരുന്നു, ആ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ വരുന്നു, എന്നിട്ടത് പരിഗണിക്കാതിരിക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എടുക്കുക, അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള സമീപനം, ചില പ്രത്യേക വ്യക്തികൾക്കും പാർട്ടികൾക്കും കൊടുക്കുന്ന എന്താ പറയുന്നത് നിരന്തരമായി കൊടുക്കുന്ന ക്ലീൻ ചിറ്റ്, അതിനെതിരെ സുപ്രീം കോടതിയിൽ അടക്കം ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ, ഇവയിലൊന്നും കോടതി ശരിയാമെന്ന് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ്റെ വിശ്വാസ്യത ഒരു സീരിയസ് കൺസേൺ ആണ് കോടതിക്കെങ്കിൽ ഇടപെടേണ്ട കാര്യം നേരത്തെ അജിംസ് ശരിയായി പറഞ്ഞതുപോലെ EVM-കളുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്ന ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്ന സംഗതി, തെരഞ്ഞെടുപ്പിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് മനുഷ്യരെ പരമാവധി വൈകാരികമായി സ്വാധീനിക്കാൻ നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കകത്ത് നടക്കുന്ന സംഗതികളുണ്ടല്ലോ, അതിനകത്ത് EC എടുക്കുന്ന ഈ വിപത്കരമായ സമീപനത്തെ കോടതി പൂട്ടുന്നുണ്ടോ എന്നൊക്കെയാണ്. BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു സംഗതി കാണിക്കുക, ആരെങ്കിലും BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളിൽപ്പെട്ട ആളല്ല ഇയാൾ എന്ന് പറഞ്ഞ് കണ്ടോ? ഇല്ല. ഈ ക്രമക്കേടിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ഇയാൾക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ? ഇല്ലല്ലോ. BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു സംഗതി അതാണ്, അവർ ജനാധിപത്യം അട്ടിമറിക്കാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ബാലറ്റ് പേപ്പറിന് അവർക്ക് ആവശ്യം അത്രയും വേണ്ടി വന്നുള്ളതുകൊണ്ട് അതുവഴി ചെയ്തു. അല്ലെങ്കിൽ അവർ MLA-മാരെ തന്നെ വലിയ തോതിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സംഘമാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം ഉണ്ടാക്കിയിട്ടുള്ള, എവിടെയെല്ലാം ഭരണത്തെ ഒരു തത്വദീക്ഷയില്ലാതെ ധാർമ്മികമായ മൂല്യങ്ങളില്ലാതെ വീഴ്ത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകളെ പ്രയാസപ്പെടുത്തുന്ന പാരമ്പര്യമുള്ള, അങ്ങനെ ഒരു മടിയില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ലൈനാണ് അവരുടേത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇപ്പോൾ വേറെ അധ്വാനമൊന്നും വേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യുമെന്നുള്ള നിർദ്ദേശമായിരിക്കും അയാൾ നടപ്പിലാക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിനകത്ത് അത് ചൂണ്ടുന്നത് ഈ പറയുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അത് സുപ്രീം കോടതിക്ക് ഉറപ്പായിട്ടും സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയമാകേണ്ട ഒന്നാണ്. അതിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിട്ട് വേണം ഇതിനെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.